ഇപ്പോൾ CMA നമ്മൾ US കേട്ടിട്ടുണ്ട്, ഇന്ത്യയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരും. CMA ഇന്ത്യ എന്ന് പറയുന്നത് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റും CMA US എന്ന് പറയുന്നത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റുമാണ്. ഇപ്പോൾ CMA ഇന്ത്യ ആണെങ്കിൽ അവർക്കൊരു 3 വർഷത്തെ സ്റ്റഡി പ്ലാൻ വേണം. അതായത് 3 ലെവലിലായിട്ടാണ് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓർ കാറ്റ്. അത് +2 കഴിഞ്ഞ കുട്ടികൾക്ക് എലിജിബിൾ ആണ്. അപ്പോൾ BComന്റെ ഫസ്റ്റ് ഇയറിൽ കുട്ടികൾ ചിലപ്പോൾ പഠിക്കുന്നത് എന്തായിരിക്കും? ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കാറ്റ് ആയിരിക്കുള്ളൂ. അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഓരോ വർഷം ഓരോ ഗ്രൂപ്പ് എടുത്ത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 14 മന്ത്സ് കുട്ടികൾ ഒരു CMAക്കാരൻ്റെ കീഴിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാനുണ്ട് വിത്ത് സ്റ്റൈപ്പൻഡ്. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ വരുന്നത്. അപ്പോൾ ഒരു 3 വർഷത്തെ ഒരു പ്ലാൻ വേണം. പല കുട്ടികൾ എന്താണ് പെട്ടെന്ന് പഠിച്ച് കയറണമെന്നുള്ള തോട്ടിൽ തന്നെയാണെങ്കിൽ CMA US ആണ് ബെറ്റർ. കാരണം എന്താണ്, ഒരു 9 മന്ത് ഡ്യൂറേഷനിൽ കുട്ടികൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. IMA ആണ് ഇതിന്റെ ബോഡി വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ. എന്ന് രണ്ടിലും ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ രണ്ടും ബെറ്റർ ആണ്. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഇന്റർനാഷണൽ എക്സ്പോസർ ആണ്, എബ്രോഡ് ആണ് അവരൊരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നതെന്നുണ്ടെങ്കിൽ CMA US ആയിരിക്കും ഇത്തിരി കൂടി ബെറ്റർ.